പിന്നീട് ഇപ്പോൾ അതിനൊരു തീരുമാനമായത് സമരം വരുന്നതല്ലല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് അതിനു വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും 3-4 മാസങ്ങൾ ഇനി മുന്നോട്ടുണ്ട്, 3-4 മാസമുണ്ട്. അപ്പം സർക്കാരിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് അസോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു പിന്തുണയും, അല്ലാതെ സമരം വന്ന് സമരം എന്താ പറയുക എല്ലാവരെയും പ്രശ്നത്തിലാക്കുക എന്നുള്ളതല്ലല്ലോ ഒരു സംഘടനയുടെ ഉദ്ദേശം. ഒരിക്കലും സമരമൊന്നും വരില്ല. അതിനിപ്പോൾ മുന്നോട്ട് ഒരു പ്രമുഖ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും നീതി കിട്ടാത്ത ഒരു നിർമ്മാതാവിന് നീതി കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിർമ്മാതാവിന് നീതി കിട്ടായോ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എന്താ പറയുക, എല്ലാവരും കൂടി കൂട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇതെല്ലാം. ഒരു നിർമ്മാതാവിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവിന് മാത്രമുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അത് കാലാനുകാല വർഷങ്ങളായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് ഓണാക്കുക അതുകൊണ്ട് തുടങ്ങുന്ന പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞും അതിൻ്റെ ഒരു റിവ്യൂ വന്നു കഴിഞ്ഞും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാം സഹിച്ചുകൊണ്ട് പോകുന്ന നിർമ്മാതാക്കളാണ്. പണത്തിൻ്റെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നടക്കുന്നില്ല. ഇപ്പോൾ OTT എല്ലാം നല്ലതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറുടെ മാത്രം പ്രശ്നങ്ങൾ പ്രൊഡ്യൂസറിൽ ഒഴുകി പോകുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അസോസിയേഷൻ ഇടപെട്ട് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, അല്ലാതെ ആരെയും അവിടെ എന്താ പറയുക അടിച്ചമർത്താനോ അല്ലെങ്കിൽ തൊഴിലില്ലാതാക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.